ശ്രീലങ്കൻ റൈറ്റർ ശ്രീമതി വി പത്മശ്രീ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ കെ എൻ ബാലഗോപാൽ, പി ശിവൻകുട്ടി, MLA ശ്രീ പി സി വിഷ്ണുനാഥ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സ്വാഗതം പറഞ്ഞ ശ്രീ ചിറ്റേൻ ഗോപകുമാർ, സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മൂന്നാമത്തെ ലിറ്റററി ഫെസ്റ്റിവൽ KLIBF 3rd എഡിഷൻ ഇതിന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KLIBFന്റെ 3rd എഡിഷൻ ഈ നിലയിലേക്ക് വിജയിപ്പിക്കാൻ സഹകരിച്ചവരിൽ ഏറ്റവും ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ജീവനക്കാർ തന്നെയാണ്. ആദ്യമായി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മുഴുവൻ ജീവനക്കാരെയും ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. മൂന്നാമത്തെ എഡിഷൻ ആരംഭിച്ചത് ജനുവരി മാസം 7-ാം തീയതിയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ ഉദ്ഘാടനം സമ്മേളനത്തിൽ പങ്കെടുത്തതും ഉദ്ഘാടനം നിർവഹിച്ചതും. ആ ചടങ്ങിൽ വെച്ച് മൂന്നാമത് കേരള നിയമസഭയുടെ പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട M. മുകുന്ദന് ഞങ്ങൾ സമ്മാനിച്ചു എന്നുള്ളതാണ്. ഈ ചടങ്ങിൽ കർണാടകയുടെ സ്പീക്കർ ശ്രീ UT ഖാദർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തവണത്തെ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ നമ്മളെ വിട്ടു പിരിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലൊരു വേദി ഉണ്ടാക്കുകയും അവിടെ വെച്ച് ഏതാണ്ട് 30ഓളം സെഗ്മെന്റുകളിൽ വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചർച്ച സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ 7 ദിവസങ്ങളിലായി ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ നിയമസഭാ പുസ്തകോത്സവം കാണാനും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനും വന്നു എന്നുള്ളതാണ് ഈ പുസ്തകോത്സവത്തിന്റെ പ്രത്യേകത. കേരള നിയമസഭയെക്കുറിച്ച് സ്വാഗതം പറയുമ്പോൾ സൂചിപ്പിച്ചു, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹൈലി സ്റ്ററൈലായ ഒരു ഏരിയയാണ്. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ഐഡന്റിറ്റി കാർഡും പാസും എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ 7 ദിവസങ്ങളിൽ ആൾക്ക് കടന്നുവരാൻ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലിറ്റററി ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് രാത്രി 9 മണിയോടുകൂടി വീണ്ടും ആ വലിയ ഗേറ്റ് അടക്കപ്പെടും. ഇനി ആളുകൾക്ക് നാളെ മുതൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും പാസും ഐഡന്റിറ്റിയും നൽകേണ്ടി വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു നിയമസഭാ കവാടം ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ, ഇങ്ങനെ തുറന്നാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഉൾപ്പെടെ. പക്ഷെ അതിൽ ഒന്നാമത്തെ എഡിഷൻ മുതൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്, ജനങ്ങളാണ് യജമാനന്മാർ. ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇതിനകത്തിരിക്കുന്നവർ. സ്വാഭാവികമായും എല്ലാ ദിവസവും അവർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും വർഷത്തിലൊരു ചുരുങ്ങിയ ദിവസമെങ്കിലും അവർക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് യഥേഷ്ടം കടന്നു വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് നിയമസഭ തുറന്നു കൊടുക്കാനും അവർക്ക് യഥേഷ്ടം കടന്നു വരാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചത്. ഈ 7 ദിവസങ്ങളിലും ലിറ്റററി ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് പുസ്തകശാലകളാണെങ്കിൽ വേറൊരു ഭാഗത്ത് വ്യത്യസ്ത തലങ്ങളിൽ വെച്ച് വ്യത്യസ്ത ടോക്കുകൾ അരങ്ങേറിയെന്നുള്ളതാണ്. കോൺവെർസേഷൻ, സോളോ ടോക്സ്, വിവിധ പുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകൾ, കവിയരങ്ങ്, ഇങ്ങനെ കഥയരങ്ങ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡിബേറ്റുകൾ ഈ 7 ദിവസവും ഇതിനകത്ത് നടന്നു. എല്ലാ അർത്ഥത്തിലും നിയമസഭാ പരിസരം സമ്പന്നമായി മാറി എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ലിറ്റററി ഫെസ്റ്റിവലിനകത്ത് പങ്കെടുത്തൊരു കുട്ടിയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് കുട്ടികൾക്കായി ഒന്നുമില്ല, നിങ്ങൾ കുട്ടികളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു, കുട്ടികൾക്ക് വന്ന് കേവലം കണ്ടുപോകുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് എൻജോയ്മെന്റിന് വേണ്ടി ഒന്നുമില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ എഡിഷനിൽ ആ കുട്ടിയുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ടാണ് സ്റ്റുഡന്റ് കോർണർ ഞങ്ങൾ ആരംഭിക്കാൻ തയ്യാറായത്. ആ സ്റ്റുഡന്റ് കോർണറിൽ കുട്ടികൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം
മെഗാ സമ്മാന കൂപ്പൺ ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. അത് 3ാം പതിപ്പിന്റെ പ്രത്യേകതയാണ്. ലക്കി ഡ്രോ ഏതാണ്ട് 1,50,000 കൂപ്പണുകൾ ഇവിടെ ഞങ്ങൾ വിതരണം ചെയ്തു. അത് വ്യത്യസ്ത പബ്ലിഷേഴ്സ് മുഖാന്തരമാണ് ഇത് വിതരണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, ഈ ബുക്ക് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത 166 പ്രസാധകന്മാർ അക്രോസ് ദ കൺട്രി, രാജ്യത്തെമ്പാടുമുള്ള 266ഓളം വരുന്ന സ്റ്റാളുകൾ ഇവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അതുപോലെ ഈ ഫെസ്റ്റിവലിന്റെ വിജയത്തിന് വേണ്ടി വ്യത്യസ്ത സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു. കൾച്ചറൽ കമ്മിറ്റിയാണ് പലതരത്തിലുള്ള ചർച്ചകൾക്കും നേതൃത്വം കൊടുത്തത്. മീറ്റ് ദ ഓർഡർ, KLIBF ഡയലോഗ്സ്, KLIBF ടോക്സ്, ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൾച്ചറൽ കമ്മിറ്റിയാണ്. അതുപോലെ റിസപ്ഷൻ കമ്മിറ്റി. സാധാരണ ഇത്രയും വലിയൊരു ഫെസ്റ്റിവലിനകത്ത് വന്നാൽ തിരിച്ചു പോകുന്നവർക്ക് എന്തെങ്കിലും തരത്തിൽ പരാതി ഉണ്ടാകും. പക്ഷേ യാതൊരു പരാതിയുമില്ലാതെ ഇവിടെ വന്ന 300-ലധികം വരുന്ന ഗസ്റ്റുകളെ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞു, അവരെ തിരിച്ചയക്കാൻ കഴിഞ്ഞു. അത് റിസപ്ഷൻ കമ്മിറ്റിയുടെ വിജയം തന്നെയാണ്. റിസപ്ഷൻ കമ്മിറ്റി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ നിലയിലേക്ക്. സാധാരണ ഇവിടെ കണ്ടു, നിയമസഭാ ജീവനക്കാരെന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷ എഴുതി 1ാം സ്ഥാനത്തെത്തി ജോലിക്ക് വരുന്നവരാണ്. പലപ്പോഴും അവർ കേവലം ഫയൽ നോക്കൽ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തതെങ്കിൽ അവരുടെ ഉള്ളിലെ സംഘാടന മികവിനെയും അവരുടെ ഉള്ളിലെ സർഗാത്മക വാസനകളെയും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ ലിറ്റററി ഫെസ്റ്റിവലിലാണ്. യഥാർത്ഥത്തിൽ അവരുടെ സംഘാടന മികവിന്റെ തെളിവ് തന്നെയാണ് ഒരാൾക്ക് പോലും ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു പരാതിയുമില്ലാതെ തിരിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളത്. അതോടൊപ്പം ഞങ്ങളെ നല്ലതുപോലെ മാധ്യമങ്ങൾ പിന്തുണച്ചു എന്ന് പറയുമ്പം